വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് മിൽക്ക് കേക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ സോഫ്റ്റും സ്പോഞ്ചിയുമായിട്ടുള്ള കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഹോട്ട് മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ മെഷറിംഗ് കപ്പിൽ മെഷർ ചെയ്തതാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. 2 റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ബീറ്റർ കയ്യിലുള്ളവർക്ക് ഇതുപോലെ മിക്സിയിൽ ചെയ്യണമെന്നില്ല, മറ്റൊരു ബൗളിൽ ബീറ്റ് ചെയ്തെടുക്കാവുന്നതുമാണ്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ചെറിയ സോസ് പാൻ വെക്കാം. അതിലേക്ക് 1/2 കപ്പ് പാല് മെഷർ ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് എന്ന് പറയുമ്പം 125 ml മിൽക്കാണ്. ഇതിൻ്റെ കൂടെ 50 ഗ്രാം സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ മൈദയുടെ കൂടെ ഉപ്പ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഈ ബട്ടറും മിൽക്കും കൂടെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ല ബോയിൽഡ് ആവണം. ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതേപോലെ ചൂടുള്ള പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചൂടുള്ള പാല് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രോബ്ലവും ഇല്ല. മുട്ട വെന്ത് പോകുമെന്നോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നന്നായിട്ടിത് കുക്കായിട്ട് കിട്ടും. നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തത് മൈദയിലേക്ക് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ സോസ് പാനിലെടുത്ത പാലും ബട്ടറും കൂടെ മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ചൂടോടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. യൂഷ്വലി നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ ഹോട്ട് മിൽക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചൂട് പാല് ചേർത്താണ് കേക്ക് ഉണ്ടാക്കുന്നത്. വളരെ സോഫ്റ്റ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ബാറ്റർ ഇതുപോലെ ലൂസായിട്ടാണ് ഇരിക്കുക. നമ്മൾ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിൽ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കടായിലാണ് ബേക്ക് ചെയ്യുന്നത്. കടായിൽ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്ത ഓറഞ്ച് കേക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ടുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മുകളിൽ ഞാൻ കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കടായിൽ മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് 30 മിനിറ്റ് ആകുമ്പോൾ ബേക്കായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓവനിലാണെങ്കിലും ഒരു 25 to 30 മിനിറ്റ്സേ എടുക്കത്തുള്ളൂ. 30 മിനിറ്റിൽ ഒട്ടും കൂടണ്ട. അത് ഇടയ്ക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയും ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. താല്പര്യമുള്ളവർക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ബാറ്ററിൽ ആൽമണ്ട്സോ കാഷ്യൂ നട്ട്സോ അങ്ങനെ നട്ട്സ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാനില അല്ലെങ്കിൽ ചോക്ലേറ്റ് ക്രീം മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക്